നമ്മൾ ഈ ഫിംഗർ ഫുഡ്സ് എന്ന് പറയുമ്പം ഫിംഗറിന്റെ സൈസിൽ കട്ട് ചെയ്ത ഫുഡാണ് പറയുന്നത്. ഇതാണ് ഫിംഗർ ഫുഡ്സ്. ഈ ബേബീസിന് സ്റ്റാർട്ടിങ് ഒരു 6 മന്ത് ടു ഒരു 8 മന്ത് വരെയൊക്കെ പാമർ ഗ്രാസ്പ് ആണ് ഉണ്ടാവും. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവരെന്ത് ഫുഡല്ല എന്തും അവർ ഹോൾഡ് ചെയ്യുക ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ പിടിക്കാനുള്ള ഒരു ഇതാണ് അവർക്ക് ഉണ്ടാവുക. അത് ലേറ്റ് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ചെറിയ പീസസ് ഒക്കെ ഇങ്ങനെ പിൻസ ഗ്രാസ് എന്ന് പറയും, ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത്. അപ്പം അവർക്ക് പ്യോറീസിന് പകരം ഫിംഗർ ഫുഡ്സ് കൊടുക്കുമ്പോൾ ഈ ഒരു സൈസിൽ വേണം അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിന്റെ റൈറ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാല് നമ്മൾ ഏതൊരു ഫുഡും നമ്മളുടെ കൈ കൊണ്ട് മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ അത് ആ ബേബിയുടെ ഗം യൂസ് ചെയ്തിട്ടും കഴിക്കാൻ പറ്റും. ഇപ്പൊ ആപ്പിൾ ആണെങ്കിൽ ഈ ഒരു ആപ്പിൾ റോ ആണ്, കുക്ക് ചെയ്യാത്തതാണ്. നമുക്ക് കൈകൊണ്ട് മാഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ബേബിക്ക് കൊടുക്കാൻ പറ്റൂല. അത് ആപ്പിൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുക്ക് ചെയ്തിട്ട് കൊടുക്കണം. കുക്ക് ചെയ്യുമ്പോൾ ഇത് കൈകൊണ്ട് മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഇത് പാൻകേക്ക് ആണ്. പാൻകേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ദോശ അല്ലെങ്കിൽ പത്തിരി, അങ്ങനെ എന്ത് ഇഡ്ഡലി എങ്ങനെയും ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുക. അത് കൈകൊണ്ട് മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ പറ്റണം. പക്ഷേ പാസ്ത കൈകൊണ്ട് മാഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ബേബിക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചിക്പിയാണ്, കുക്ക്ഡ് ആണ്. കുക്ക്ഡ് എന്ന് പറയുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് കൈകൊണ്ട് മാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് നമ്മൾ കൊടുക്കാൻ പാടില്ല, കാരണം ഇത് റോൾ ചെയ്യുന്ന ഫുഡാണ്. ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ചാൽ ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്ന ഫുഡ്സ് മാഷ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് ചോക്കിംഗ് ഹസാർഡ് ആണ്. ഇങ്ങനെയുള്ള ഫുഡ് കൊടുക്കുന്ന സമയത്ത് കൈകൊണ്ട് മാഷ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട്, അതായത് റോൾ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലാക്കിയിട്ട് ബേബിക്ക് കൊടുക്കാൻ പറ്റും.